ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ബൊലേറോ പിക്കപ്പ് ക്യാമ്പർ വാനാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം ക്യാച്ചർ ഡിസിന് വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മഹീന്ദ്ര ബൊലേറോ പിക്കപ്പിന്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നതാണ്. ഫ്രണ്ട് ലുക്കാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. നമ്മൾ എന്നത്തെ പോലെ മുൻഭാഗത്ത് തുടങ്ങുവാണെങ്കിൽ ഹെഡ്ലാമ്പിലാണ് സാധാരണ നമ്മൾ തുടങ്ങാറ്. ഹെഡ്ലാമ്പ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാലജൻ ടൈപ്പ് ഹെഡ്ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ പാർക്കിങ്ങും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ആക്കിയത് കാണാൻ പറ്റും. പിന്നെ ഇത് അവിടെ വലിയൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതിൽ മഹീന്ദ്രയുടെ ലോഗോ അടിപൊളിയായിട്ട് കൊടുത്തിട്ട് കാണാൻ പറ്റും. പിന്നെ അതിൽ തന്നെ ക്രോമിയത്തിന്റെ ഒരു ഫിനിഷിങ്ങും താഴേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നേരെ താഴേക്ക് പോകണം. ഇത് ഇവിടെ ഒരു എയർ ഡാമ്പ് ഒക്കെ കൊടുത്തത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവിടെ ഈ ഒരു പൊസിഷനിൽ. പിന്നെ താഴേക്ക് പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലുള്ള ഒരു ബമ്പർ കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റൈലൻ ലുക്കിലാണ് ബമ്പർ വന്നിട്ടുള്ളത്. അതിൽ ഫോഗ് ലാമ്പിന്റെ ഓപ്ഷനും പിന്നെ റിഫ്ലക്ടറും കാണാൻ പറ്റും. പിന്നെ നമ്പർ പ്ലേറ്റിന്റെ പൊസിഷനും ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് കെട്ടി വിളിക്കാൻ പാകത്തിന് ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിലും നല്ലൊരു ഡിസൈനിങ്ങിലാണ് ഇതിന്റെ ബമ്പർ വന്നിട്ടുള്ളത്. നേരെ ഇതിന്റെ ബോണറ്റ് നോക്കുവാണെങ്കിൽ ക്യാരക്ടർ ലൈൻസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് കാണാൻ പറ്റും. നമ്മൾ ബൊലേറോയിൽ കണ്ട രീതിയിൽ തന്നെയുള്ള ക്യാരക്ടർ ലൈൻസ് ഒക്കെ ഇതിലും കാണാൻ പറ്റും. പിന്നെ 2 വൈപ്പേഴ്സും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നല്ല ഉയർന്നു നിൽക്കുന്ന രീതിയിലുള്ള വിൻഷീൽഡും കാണാൻ പറ്റും. ഇനി നേരെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഈ രീതിയിലാണ് സൈഡിന്റെ ലുക്ക് വരുന്നത്. ഒരു ഫെൻഡർ എക്സ്ട്രാ കാണാൻ പറ്റും. സാധാരണ ബൊലേറോയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലൊരു ഫെൻഡർ കാണാൻ പറ്റും. പിന്നെ താഴേക്ക് പോകുകയാണ് 15 ഇഞ്ച് ആയിട്ടുള്ള വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുന്നിലത്തെ ബ്രേക്ക് വരുവാണെങ്കിൽ ഡിസ്ക് ബ്രേക്കാണ് മുന്നിൽ കൊടുത്തിട്ടുള്ളത്. പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഡ്രം ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെക്ഫേസൺ സ്റ്റെറ്റിന്റെ ആണ് സസ്പെൻഷൻ മുൻഭാഗത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബൊലേറോ ക്യാമ്പർ ഗോൾഡ് ZX എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് 4x4 അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ 2 വീൽ ഡ്രൈവ് ആണ്. ഇതിന്റെ 4x4 അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. പിൻഭാഗത്തെ ഡോറും അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. പിന്നെ ഒരു ഫുഡ് സ്റ്റെപ്പ്, നല്ല രീതിയിലുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ്, യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് പ്രാക്ടിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത്രയാണ് വശങ്ങളിലുള്ളത്. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ലീഫാണ് പിൻഭാഗത്ത് സസ്പെൻഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ പിൻഭാഗത്തേക്കുള്ള ക്യാമ്പറിന്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഈ രീതിയിലാണ് ലഗേജ് കൊണ്ടുപോകുന്ന രീതിയിൽ, അതായത് ഇതിന്റെ ഒരു ഡിക്കി വരുന്നത് ഈ ഒരു രീതിയിലാണ്. അത് ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇനി നേരെ ഇവിടെ പെട്രോളിന്റെ ഇത് പെട്രോൾ അല്ല, ഡീസലാണ് വണ്ടി. ഡീസലിന്റെ ഒരു ലീഡ് ഇവിടെ കാണാൻ പറ്റും. 57 ലിറ്ററാണ് ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. ഇനി പിൻഭാഗത്തെ ലുക്ക് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് പിൻഭാഗത്തെ ലുക്ക് വന്നിട്ടുള്ളത്. ടൈൽ ലാംപ്സ്, ഒരു ചെറിയ രീതിയിലുള്ള ടൈൽ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ ഓപ്പൺ ചെയ്യാൻ പാകത്തിനുള്ള ഡോർ, അതായത് പുറത്തേക്കാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതിന്റെ ഒരു എക്സ്ട്രാ ലോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ലഗേജ് ഒക്കെ വെച്ച് കെട്ടാനുള്ള ക്ലിപ്പും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ മഹീന്ദ്രന്റെ വലിയ രീതിയിലുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റെപ്പിന് വന്നിട്ടുള്ളത് താഴെയാണ്. സ്റ്റെപ്പിന്റെ പൊസിഷൻ വന്നിട്ടില്ല. പിന്നെ റിവേഴ്സ് സെൻസേഴ്സ് ഇതിൽ കാണാൻ പറ്റും. റിവേഴ്സ് സെൻസേഴ്സിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റും നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് കാണാൻ പറ്റും. ഇതവിടെ ബ്രേക്ക് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ മഡ്ഗാർഡിന്റെ ഒരു ചെറിയൊരു പ്രൊജക്ഷനും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിലാണുള്ളത്. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ വശങ്ങളിലുള്ള മറുവശത്ത് കണ്ട രീതിയിൽ തന്നെയാണ് ഈ വശത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ രീതിയിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓവറോൾ ഇതിന്റെ പുറത്തുള്ള കാര്യങ്ങളുള്ളത്. ഇനി ഇതിന്റെ പിൻഭാഗത്ത് ഡിക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ ക്ലിപ്പ് ഈ രീതിയിലാണ് ഇതിന്റെ ക്ലിപ്പ് ഓപ്പൺ ചെയ്യേണ്ടത്. ഈ ക്ലിപ്പ് ഒഴിവാക്കിയതിന് ശേഷം ഇത് തുറക്കുമ്പോൾ ഈ രീതിയിലാണ് ഇതിന്റെ ഹിഞ്ചസ് വരുന്നത്. ഈ രീതിയിലാണ് ഇതിന്റെ ഓപ്പണിങ് വരുന്നത്. ലോക്ക് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. നല്ല സേഫ് ആയിട്ടുള്ള രീതിയിലാണ് ലോക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഡിക്കിന്റെ ഡോറിന്റെ കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി എഞ്ചിന് പറയുകയാണെങ്കിൽ 2500 cc 4 സിലിണ്ടർ ടർബോ ചാർജർ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ തന്നെ ഞാൻ പറഞ്ഞു 4 വീൽ ഡ്രൈവ് വരുന്നുണ്ട്. ഇത് 2 വീൽ ഡ്രൈവ് ആണ്. ഇതിന്റെ പവർ വരുന്നത് 75 bhp 3200 RPM. അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 200 Nm ടോർക്കാണ് ഇതിന്റെ ഒരു മാക്സിമം ടോർക്ക് വരുന്നത്. 2200 RPM അതിന്റെ ടോർക്കിന്റെ കാര്യങ്ങൾ വരുന്നത്. ഈ രീതിയിലാണ് എഞ്ചിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഡോറിന്റെ മേലെ ഡാമ്പിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിലുള്ള ഡാമ്പിങ് വരുന്നുണ്ട്. അപ്പോൾ സൗണ്ട് അത്യാവശ്യം റെഡ്യൂസ് ചെയ്യാൻ ഈ ഡാമ്പിങ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ എഞ്ചിന്റെ സ്പെക്ക് ഉള്ളത്. അപ്പോൾ ഓവറോൾ നമ്മൾ പുറമേയുള്ള കാര്യങ്ങൾ, എഞ്ചിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഉള്ള കാര്യങ്ങൾ നോക്കാം. അതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് സ്റ്റെപ്പ്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറർ ഈ രീതിയിലാണ് ഇതിന്റെ മിറർ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സാധാരണ മഹീന്ദ്ര രീതിയിലുള്ള ഹിഞ്ചസ് ആണ്, എക്സ്പോസ് ആകുന്ന രീതിയിലുള്ള ഹിഞ്ചസും കൊടുത്തിട്ടുണ്ട്. 2 ഹിഞ്ചസും പിന്നെ നേരത്തെ പറഞ്ഞ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെയാണ് ഇതിന്റെ കീ എൻട്രി കൊടുക്കുന്നത്. അതായത് നമുക്ക് താക്കോലിട്ട് ലോക്ക് ചെയ്യാനോ അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ തുറക്കുവാണെങ്കിൽ
അത്യാവശ്യം നല്ല ക്വാളിറ്റി, ഡോറിന്റെ ക്വാളിറ്റി നല്ല അത്യാവശ്യം ഉണ്ട്. പിന്നെ ഡോർ പാഡ് വരുവാണെങ്കിൽ ഈ രീതിയിലാണ്, ലെതറിന്റെ ആണ് ടച്ച് വന്നിട്ടുള്ളത്. ഒരു ഹാൻഡിലും പിന്നെ ലോക്കിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ടയർ സൈസിന്റെ പ്രഷറിന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത്രയാണ് ഇതിന്റെ ഡോർ പാഡിന്റെ കാര്യങ്ങളുള്ളത്. ഇനി നേരെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ കീ വരുന്നത് ഈ രീതിയിലാണ്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, ലോക്ക് അൺലോക്ക്, അതുപോലെ തന്നെ ഒരു സെർച്ച് ബട്ടൺ. നമുക്ക് ഇത് ഞെക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ ലൈറ്റ്സ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനാണിത്. പിന്നെ ഇതിവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു AC വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള രീതിയിലാണ് AC വന്നിട്ടുള്ളത്. അതിനൊരു ഇതിന്റെ മരത്തിന്റെ വുഡൻ ഫിനിഷിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. AC വിൻഡോ ഓപ്പൺ ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതെവിടെ ഒരു ഹെഡ്ലൈറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ നോക്കുന്നതിന് നമുക്ക് സ്റ്റിയറിംഗ് നോക്കാം. സ്റ്റിയറിംഗ് വീൽ ഈ രീതിയിലാണ് സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത്. കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, വൃത്തിയുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് ഒരു എയർ ബാഗും കൂടി വരുന്ന ഒരു ഓപ്ഷനാണിത്. ഇനി നേരെ പിൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സീറ്റ്സ് ഒക്കെ വരുന്നത് ഈ രീതിയിലാണ് സീറ്റ്സ് ഒക്കെ വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറിയിരിക്കുവാണെങ്കിൽ ഡോർ അടക്കാം. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ മീറ്റർ ക്ലസ്റ്റർ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓണായി കാണിച്ചു തരാം. ഈ രീതിയിൽ ഓണായി വരും. ചെറിയ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്യൂവൽ ഗേജ്, അതുപോലെ തന്നെ ഇത് ഹീറ്റിൻ്റെത്, അതുപോലെ തന്നെ ഓയിലിന്റെ ഇൻഡിക്കേഷൻസ്, ലൈറ്റ് ഇൻഡിക്കേഷൻസ്, ഇത് ടോക്കോമീറ്റർ, സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ സെൻട്രലിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഹസാർഡിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ AC വിൻഡും നേരത്തെ കണ്ട രീതിയിലുള്ള ഒരു വുഡൻ ഫിനിഷിംഗ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെയൊക്കെ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. AC ഒക്കെ നല്ല പവർഫുൾ ആയിട്ടുള്ള AC ആണ്. പിന്നെ മ്യൂസിക് കൺട്രോൾസ് വെക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ACയുടെ ബട്ടൺ, ഇതിന്റെ ഫാനിന്റെ സ്പീഡിന്റെ ബട്ടൺ, പിന്നെ എക്സ്ട്രാ 2 ബട്ടൺ സ്വിച്ച് വെക്കാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ 12 വോൾട്ടിന്റെ ഒരു അഡാപ്റ്റർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കപ്പ് ഹോൾഡർ, 2 കപ്പ് ഹോൾഡർ, ഹാൻഡ് ബ്രേക്ക്. പിന്നെ ഇവിടെയാണ് പവർ വിൻഡോ. 4 പവർ വിൻഡോ വരുന്ന ഒരു ഓപ്ഷനാണ് ഇത്. 4 പവർ വിൻഡോ, പിന്നെ ഗ്ലാസ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് വന്നിട്ടുണ്ട്. ഇനി നേരെ മറുഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഓഫ് റോഡ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് എവിടെയും ചെറിയൊരു സ്റ്റോറേജ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ സൈഡിലുള്ള വിൻഡോസ് ഒക്കെ ഈ രീതി തന്നെ വന്നിട്ടുണ്ട്, മറുവശത്തുള്ള രീതി തന്നെ. പിന്നെ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് കാണാൻ പറ്റും. ഗ്ലോ ബോക്സ് അത്യാവശ്യം പേപ്പേഴ്സ് മാത്രം വെക്കാൻ വിധത്തിലുള്ള ഗ്ലോ ബോക്സ് ആണ്. പിന്നെ മാനുവൽ ഡിമ്മിങ് ആയിട്ടുള്ള മിറേഴ്സ് കാണാൻ പറ്റും. ഇതിലെ മാനുവൽ ഡിമ്മിങ്ങിന്റെ ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺഷെയ്ഡിൽ ഈ രീതിയിലാണ് സൺഷെയ്ഡ് വന്നിട്ടുള്ളത്. മിറേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഇതെവിടെയും ആ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നേരെ പിൻഭാഗത്തേക്ക് പോകുകയാണ്. ഇത് ഇവിടെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ലൈറ്റ്സിന്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിന്റെ മുൻഭാഗത്തെ കാര്യങ്ങളുള്ളത്. സീറ്റ്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല സീറ്റ്സും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പിൻഭാഗത്തെ സ്പേസ് എങ്ങനെയുണ്ട് നോക്കാം. ഇനി നമുക്ക് നേരെ പിൻഭാഗത്തേക്ക് നോക്കാം. പിൻഭാഗത്ത് നോക്കുവാണെങ്കിലും 90 ഡിഗ്രിയാണ് ഡോർ വരുന്നത്. പിന്നെ കയറി ഇരിക്കാനൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. ക്യാമറ ആണെന്ന് വെച്ചാൽ സ്പേസ് കുറവൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് കിട്ടുന്നത്. എനിക്ക് കയറി ഇരിക്കുമ്പോൾ ഈ രീതിയിലാണ് ലെഗ് സ്പേസ് വരുന്നത്. ലെഗ് സ്പേസ് ഇത്രയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ് റൂം ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ സീറ്റ് ഒന്ന് കാണിച്ചതിന് ശേഷം ഹെഡ് റൂം കാണിച്ചില്ല. സീറ്റ് ബെൽറ്റ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ഈ രീതിയിലാണ് സീറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ തിരിച്ചിട്ട് ഞാൻ ഇരിക്കുന്ന കംഫർട്ട് കാണിച്ചു തരാം. അപ്പൊ ലെഗ് സ്പേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ലെഗ് സ്പേസ് ഉണ്ട്. ഇത് സീറ്റ് കുറച്ച് ബാക്കോട്ടാണുള്ളത്, അതിന്റെ ഒരു ഇതുണ്ട്. കുറച്ച് എന്നാലും കുഴപ്പമില്ല. ബാക്കോട്ട് ഇട്ട് കഴിഞ്ഞാൽ പോലും ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഹെഡ് റൂം അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂം ഉണ്ട്. 3 പേർക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ എന്ന് വെച്ചാൽ സ്പേസ് കുറവും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പവർ വിൻഡോ ആണ്, 4 പവർ വിൻഡോ ആണ് വരുന്നത്. അതുപോലെ തന്നെ AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം ഇതായിട്ടുള്ള ഫീച്ചർ പാക്ക് ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഇന്റീരിയറിന്റെ കാര്യങ്ങളുള്ളത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓടിച്ചു നോക്കാം. മാനുവൽ ആണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡീസൽ വണ്ടീൻ്റെതായ കാര്യങ്ങൾ ഇതിലും ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് നല്ല സ്മൂത്ത് ആണ് സംഭവം. പിന്നെ അത്യാവശ്യം ഒരു ക്യാമറ ഓടിക്കുന്ന പോലെ നമുക്കുള്ള ഒരു ഫീൽ വരുന്നില്ല. കാരണം വെച്ചാൽ നല്ലൊരു സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ സ്മൂത്ത് ഫീലാണ്. ഒരു കാർ കൊണ്ടുപോകുന്ന പോലെ നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ പവർ നേരത്തെ പറഞ്ഞ പോലെ ടോർക്ക് നല്ല ടോർക്ക് ഉള്ളത് കൊണ്ട് അത്യാവശ്യം നല്ലൊരു പുള്ളിങ് കിട്ടുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ വിസിബിലിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വിസിബിലിറ്റി ഉണ്ട്. ചുറ്റിലും നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിലേക്കൂടെ ഇറക്കുമ്പോഴാണെങ്കിലും പോലും നമുക്ക് സൈഡൊക്കെ നല്ല രീതിയിൽ ഇത് കിട്ടുന്നുണ്ട്. പിന്നെ സസ്പെൻഷന്റെ ഈ ഒരു ഫ്രണ്ടിലുള്ള സസ്പെൻഷൻ മാക്ഫേഴ്സൺ സെറ്റ് ആണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ബാക്കിൽ ലീഫാണ് വരുന്നത്. ഈ ഒരു ഫ്രണ്ടിലുള്ള സസ്പെൻഷന്റെ ഇതുകൊണ്ടാണെന്ന് അറിയില്ല, അത്യാവശ്യം നല്ലൊരു ഇതുണ്ട്. സസ്പെൻഷന്റെ ഫീലൊക്കെ നല്ല ഒരു ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ 2 വീൽ ഡ്രൈവ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഓഫ് റോഡ് പോകാൻ പറ്റാതിരിക്കൊന്നുമില്ല. അത്യാവശ്യമുള്ള ഓഫ് റോഡ് ഒക്കെ ഇതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഇതിന്റെ തന്നെ 4 വീൽ ഡ്രൈവും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്യാമ്പറിന്റെ വിശേഷം ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അടിച്ചു പിടിച്ചേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.